ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ വീഴ്ച സംഭവിച്ചെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ടെന്ന് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമിതി അംഗം മുൻ DGP ജേക്കബ് പുന്നൂസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാലപ്പഴക്കം ചെന്ന സെല്ലുകൾ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. മതിൽ പലയിടങ്ങളിലും തകർച്ചാ ഭീഷണിയിലാണ്. ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക സാധ്യമല്ല. ഉദ്യോഗസ്ഥർ ഇതെല്ലാം അറിഞ്ഞില്ല എന്നത് അത്ഭുതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതി രണ്ടാം ദിവസമായ ബുധനാഴ്ചയും ജയിലിലെത്തി തെളിവെടുപ്പ് നടത്തി. അല്ല, അത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ദിവസങ്ങളെടുത്ത് ഒരു ജയിലിൻ്റെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടൂള് അയാൾക്ക് കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് അഞ്ഞൂർ ജയിലിൽ. അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേക എൻക്വയറി നടത്താനില്ല. കാര്യം ഞങ്ങൾ അതിൽ ആരൊക്കെയാണ് ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാർ, ആരൊക്കെയാണ് വീഴ്ച ഉണ്ടായിരുന്നത്. ഒന്നാമത് നാളുകൊണ്ടാണ് ആയിരിക്കും അയാളത് ചെയ്തത്. ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട്. അല്ല, ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ 4 കമ്പിയുടെ 8 വശം മുറിച്ചിട്ടുണ്ട്. അതായത് 8 കമ്പി മുറിച്ച പോലെയാണ്. ആ 8 കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും. ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നായിരിക്കും. അതേസമയം ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വീഴ്ച മാത്രമല്ല, സിസ്റ്റത്തിന്റെ വീഴ്ചയാണിത് കാണിക്കുന്നതെന്ന് സമിതി അംഗം മുൻ DGP ജേക്കബ് പുന്നൂസ് പറഞ്ഞു. ജയിലിനകത്തും പുറത്തും ഉണ്ടാവുന്ന സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ടിന്റെ ഭാഗമാകും. മൊബൈൽ ഫോണുകൾ ജയിലിനകത്തെത്തുന്നത് തടയാൻ നടപടി വേണം. ജയിലിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കാൻ ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 8 സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരാൾക്ക് അത് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതൊരു ഭാരിച്ച ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ്. ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഉപകരണം ഉപയോഗിച്ച് അത് ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള നടപടികൾ അവരെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങളുടെ ചുമതലയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതേസമയം ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം അന്വേഷണ സമിതി വിളിച്ചു ചേർത്തു. ഉത്തരമേഖല ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. ഗോവിന്ദചാമി ജയിൽ ചാടിയ രീതി അന്വേഷണ സമിതി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.